നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ജനിച്ച ഉടനെ കൈനീട്ടി കുഞ്ഞിനെ വാങ്ങിയത് അർച്ചനയായിരിക്കും, അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, കുഞ്ഞ് ആദ്യമായി അനുഭവിച്ച വാത്സല്യവും സംരക്ഷണവുമെല്ലാം അർച്ചനയിൽ നിന്നാവും. അമ്മയേക്കാൾ കൂടുതൽ നേരം കുഞ്ഞ് ചെലവഴിച്ചതും കൂടെ എടുത്തു നടന്നും കുളിപ്പിച്ചും ഒരുക്കിയും ഉറക്കിയതുമെല്ലാം അർച്ചനയാവുമ്പോൾ കുഞ്ഞ് അവരിലേക്കാവും കൂടുതൽ അടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഒരമ്മ നൽകുന്ന അതേ വാത്സല്യവും സംരക്ഷണവും ആ കുഞ്ഞിന് അർച്ചനയിൽ നിന്നാവും കിട്ടിയിട്ടുണ്ടാവുക. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞുങ്ങളിൽ സ്വാധീനമുണ്ടാകാൻ സാധിക്കും. ഉദാഹരണത്തിന്, കുഞ്ഞുങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ചില ചെറിയ കാര്യങ്ങൾ കുഞ്ഞിനെ സന്തോഷപ്പെടുത്താനാവും. പിന്നെ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു അർച്ചനയ്ക്ക് മക്കളില്ലെന്ന്. അങ്ങനെയുള്ള അർച്ചന ഒരു കുഞ്ഞിനെ സ്വന്തമായി കൈ കിട്ടിയപ്പോൾ കുഞ്ഞിനോടുള്ള മുഴുവൻ സ്നേഹവും പ്രകടിപ്പിക്കുന്നുണ്ടാവും. സ്വന്തം അമ്മയേക്കാൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ കഴിയും പല പോറ്റമ്മമാർക്കും. അപ്പോ അമ്മയായി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് പോറ്റമ്മയായി ജീവിക്കണോ? അവരുടെ സഹായം ഇല്ലാതെ എന്റെ കൊച്ചിനെ എനിക്ക് വളർത്താനാവില്ല എന്നാണോ ഡോക്ടർ പറയുന്നത്? ഏയ്, അങ്ങനെയല്ല. കുഞ്ഞിന്റെ ഈ പ്രായം കഴിയുന്നവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അമ്മ ആരാണെന്നോ വല്യമ്മ ആരാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമായി ഇപ്പൊ കുഞ്ഞിൻ്റേത്. തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന പ്രായമാവുമ്പോൾ അതൊക്കെ മാറും. അതുവരെ ഈ പറയുന്ന അർച്ചനയുടെ സാമീപ്യം കുഞ്ഞിന് ആവശ്യമേ വരും. ആ സാമീപ്യം മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. ഒരമ്മ മകൾ ബോണ്ട് അർച്ചനയും കുഞ്ഞും തമ്മിലാണ്. ഒരു ദിവസം ഒരു തവണയെങ്കിലും അർച്ചന കുഞ്ഞിനെ എടുക്കണം, ലാളിക്കണം. കുഞ്ഞ് അമിതമായി കരയുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും. അതല്ലാതെ മറ്റൊരു മരുന്നില്ല. മാഷേ, ഇതാ അച്ഛമോള് വന്നിരിക്കുന്നത്. സുഖാണോ അമ്മേ? സുഖായിരിക്കും. വാ മക്കളെ, അതോ മാഷേ. മോളെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ? ഇങ്ങോട്ട് വരണമെന്നും നിങ്ങളൊക്കെ കാണണമെന്നും തോന്നിയപ്പോ വന്നു, അത്രേ ഉള്ളൂ. ആവണി മോളെ, സുഖാണോ നിനക്ക്? നാളെ മുതൽ കുറച്ചു ദിവസത്തേക്ക് സ്കൂളിൽ പോണ്ട, അതുകൊണ്ട് നല്ല സുഖം. അനുവേണ്ട മീരെടുത്ത് എവിടെ അമ്മേ? അവരകത്തുണ്ട്. മോളെ, അച്ഛനോട് പറ അച്ഛൻ്റെ ഒക്കെ വന്നിട്ടുണ്ടെന്ന്. ചെല്ല്. അനുപേട്ടനിപ്പോ എങ്ങനെയുണ്ട്? നടക്കാറായില്ല. അടുത്തയാഴ്ച ഇനി ആശുപത്രിയിൽ പോകണം.
അനുവേട്ടാ ആ അവിടെ ഇരിക്കാം. പതുക്കെ. വേദന കുറവുണ്ടാനും ബേട്ടാ? ആ കാല് തറയിൽ ഉറപ്പിക്കുമ്പോൾ കുറച്ച് വേദനയുണ്ട്. ആ നിങ്ങൾ വെറുതെ വന്നതാണോ അതോ? ആ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. ഹോസ്പിറ്റലിൽ നിന്നോ? അവിടെ എന്താ? മോക്ക് വയ്യാതെ കൊണ്ടുപോയതാ. അവള് ഭയങ്കര കരച്ചിലായിരുന്നു. അർച്ചന എടുത്തപ്പോഴാ അവള് കരച്ചിൽ നിർത്തിയത്. അപ്പൊ ആതിര ഒന്നും പറഞ്ഞില്ലേ? കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാരും അറിഞ്ഞു. നിങ്ങൾ ചേച്ചിയുടെ അനിയത്തിയുടെയും പ്രശ്നം നിങ്ങളായിട്ട് തന്നെ പരിഹരിക്കട്ടെ എന്ന് കരുതിയ ആരും അങ്ങോട്ട് വരാതിരുന്നത്. സച്ചി, അവള് കൂടുതൽ അഹങ്കാരം കാണിക്കുകയാണല്ലേ. സന്ദീപിനോട് 2 എണ്ണം പൊട്ടിച്ചേക്കാൻ പറയണം. അതിന് അവനെ ഇവിടെ ആരും കുറ്റം പറയില്ല എന്ന് പറഞ്ഞേക്കും. നിന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ അച്ചുവള്? കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തരത്തിൽ ഇടപെടാൻ അർച്ചനെ ആദര സമ്മതിക്കുന്നില്ല. എല്ലാം അവള് നോക്കിക്കൊള്ളാന്നാ പറയുന്നത്. എന്നാ പിന്നെ എല്ലാം അവള് തന്നെ നോക്കട്ടെ. അവിടെ വെറുതെ ഇരിക്കല്ലേ അവള്? ഈ പെൺകൊച്ചിന് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടെന്ന്. അവള് കുഞ്ഞിനെ എടുക്കണ്ടെന്ന് പറഞ്ഞെങ്കിൽ എടുക്കണ്ട. നീ എന്താ അനൂപേ ഈ പറയുന്നത്? അവൾ എടുക്കണ്ടെന്ന് പറഞ്ഞ ഉടനെ അച്ചുവിനത് പറ്റുമോ? ഇവളുടെ അനിയത്തിയല്ലേ ആതിര? ആ ബോധം അവക്കും വേണം. അവളുടെ കുഞ്ഞിനെ എടുക്കരുതെന്ന് പറഞ്ഞിട്ടും അച്ചു അത് വകവയ്ക്കാതെ ചെന്നെടുത്തിട്ടേ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? അത് അച്ചുവിന് വിഷമം ഉണ്ടാക്കുന്നു മാത്രമല്ല, പിന്നെ ഒരു പിണക്കത്തിന് അത് മതി. ഇതിപ്പോ അവള് ചിലപ്പോ വാശിപ്പുറത്ത് വല്ലതും ഒക്കെ പറയുന്നതായിരിക്കും. വാശിപ്പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അവള് പറയുന്നത്. ഏടത്തിയോട് ഒരു കാര്യം കൂടി പറയണമായിരുന്നു. എന്നെ കൊണ്ട് കുഞ്ഞിന്റെ ഒരു കാര്യവും ചെയ്യിക്കുന്നില്ല അവള്. അവൾക്ക് ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കാനും പറ്റില്ല. അന്ന് അമ്മ പറഞ്ഞ പോലെ കുറച്ചു ദിവസം ഏടത്തിക്ക് അങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റുമോ? മോൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഭയങ്കര കരച്ചില്ല. അപ്പോൾ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. അതാ. നീ പോണെങ്കിൽ പോ. എനിക്കിവിടെ സഹായത്തിന് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. നീ പോയി അവിടെ ചെന്ന് കുറച്ച് ദിവസം നിൽക്കും മീരെ. അവസ്ഥ ഇതായി പോയില്ലേ? അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ പോവുകയും ചെയ്യാം. എന്റെ മുന്നിൽ ഇതുപോലെ വല്ലതും അവള് കാണിച്ച മീരയുടെ തനി ഗുണം അവള് കാണും. ഞാനും വരാം നിന്റെ കൂടെ. എടി, നീ പറയുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു. നീ പ്രശ്നം ഉണ്ടാക്കാനല്ല, ഉണ്ടായ പ്രശ്നം പരിഹരിക്കാനാണ് നിന്നെ അങ്ങോട്ട് വിടുന്നത്. അതൊക്കെ എനിക്കറിയാം. ഇന്നിനി പോണോ മോനെ? ഇത്രയും രാത്രിയായ സ്ഥിതിക്ക്? അല്ല, ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലായി. അച്ഛനത് കഷ്ടപ്പെട്ട് പറയണ്ട. ഞങ്ങൾ നാളെ പോകുന്നുള്ളൂ. അല്ല, ആവണിമോളെന്തോന്നും മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും പറയടോ. ഒരു ഗ്യാപ്പ് കിട്ടട്ടെ എന്ന് വെച്ച് മിണ്ടാതിരുന്നതാ. ആഹാ, എന്തെങ്കിലും പറയാൻ പറഞ്ഞ സ്ഥിതിക്ക് പറയാം. അമ്മയോടൊപ്പം നാളെ ഞാനും കൂടെ വരട്ടെ അങ്ങോട്ട്. അതിന് ചോദിക്കാൻ എന്തിരിക്കുന്നു? മോളും വാ. അച്ഛാ, കുറച്ചു ദിവസം സ്കൂളില്ലല്ലോ, ഞാനും പൊക്കോട്ടെ. നീയും പൊയ്ക്കോ. പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത് നീ, കേട്ടോ? ഞാൻ അങ്ങനെ ചെയ്യോ? അതെ, നീ വേണം നിന്റെ അമ്മയൊന്ന് നോക്കാൻ, കേട്ടോ? അത് ഞാൻ ഏറ്റു. എന്നാ പിന്നെ നിങ്ങളിരിക്കെ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. എടുത്തി ഒന്ന് വരുമോ? ഒരു കാര്യം പറയട്ടെ.
ആ ഇതാരാ ആവണി മോളോ? എവിടെ കുഞ്ഞുവാ? ദേ ആ വീരെടുത്തി എവിടെ? മീരാന്റെ കുഞ്ഞുമോളെ കാണട്ടെ. ഇന്ന് വാ. ഓ ഓ ഓ ഓ ഓ, ഒച്ചു, ഒച്ചു. ചക്കര ഓ ഓ ഓ. ആ സന്ദീപ് ഇന്ന് പോയില്ലായിരുന്നോ? ഇല്ല. ഏത് നേരം കുഞ്ഞാവയുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങള് പോവാത്തെ? അതേലോ, അതുകൊണ്ടാ പോവാത്തെ. ആ ആ ആ പിന്നെ ആവണിമോള് കുഞ്ഞുമോളുടെ അടുത്തിരിക്കുകയാണെങ്കിൽ അങ്കിള് ജോലിക്ക് പോവാ. അതിനല്ലേ ഞങ്ങള് വന്നത്. ഞാനും അമ്മയും കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവും. ഇന്നു മുതല് കുഞ്ഞുമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനാ ഞാൻ വന്നിരിക്കുന്നത്. അല്ലേ മോളെ? ആ നീ എന്തിനാ അച്ചു ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കുന്നേ? കുഞ്ഞിനെ നല്ലപോലെ കണ്ടോ? ദാ നോക്ക്. ആ കുഞ്ഞാവേ, ധാരാ നോക്കിയേ. ആ, നീ എന്താ അന്യരുടെ കൊച്ചിനെ പോലെ? നിന്റെ അനിയത്തിയുടെ കുഞ്ഞല്ലേ ഇത്? മുൻപൊന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കുഞ്ഞിനെ തറയിൽ വെക്കില്ലായിരുന്നു നീ. ഇപ്പൊ ആ ആവേശമൊക്കെ പോയോ? ദാ കുഞ്ഞിനെ പിടിച്ചേ. അല്ല ആ. എടുത്തി, അത് വേണ്ട, അത് ശരിയാവില്ല. ശരിയാവില്ലേ? ചേടാ, അതെന്താ ശരിയാവത്തെ? നാളെ ഒരു സമയത്ത് നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ അതിനെ എടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ഇപ്പോഴേ എടുത്ത് പഠിക്കുന്നത് നല്ലതാ. ദാ പിടിക്കേ, അങ്ങോട്ട് പിടിക്കേ. ആ നല്ല പിടിച്ചോ. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ആവണിമോള് വരുന്നു അങ്കിളുടെ കൂടെ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. തക്കിടുവാമി അമ്മേ. പോന്നെങ്കി പൊയ്ക്കോ. ആ വാ പോവാം. പോവാം, വാ. ഞാനിപ്പോ വരാവേ. സന്ദീപിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സന്ദീപേ, മോള് ചെന്ന് കാറിലിരിക്കെ. അങ്കിൾ ഇപ്പൊ വരും. എന്താ എടുത്തി? സന്ദീപ് എന്തുകൊണ്ടാ ഓഫീസിൽ പോവാത്തെന്ന് എനിക്കറിയാം. നീ മാത്രമല്ല, സച്ചീവ്. സന്ദീപ് ഒന്നും ഉണ്ട് വിഷമിക്കണ്ട. മരുന്നൊക്കെ സമയാസമയം അർച്ചന കൊടുത്തോളും. ആതിര അറിയാതെ കുഞ്ഞിനെ ഞാൻ അർച്ചനയുടെ അടുത്ത് എത്തിച്ചോളാം. അങ്ങനെ ഒരു സഹായത്തിന് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് സന്ദീപ് സമാധാനായിട്ടിരിക്കെ. ബാക്കിയെല്ലാം ഞാനും സച്ചിയും അർച്ചനയും കൂടി ഏറ്റു. ദേ, കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല, ആതിരയുടെ കാര്യത്തിൽ ഇനി ടെൻഷൻ ആവണ്ട. ഞാനിവിടുന്ന് പോകുന്നതിന് മുൻപേ അവളുടെ അസുഖം മാറ്റിയിട്ടേ ഇനി ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുന്നുള്ളൂ. നീ ചെല്ല്. എന്താ മാഡം അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്? വക്കാലത്തൊപ്പിടാൻ ജയിലിലേക്ക് എൻ്റെ ഒരു സ്റ്റാഫിനെ വിട്ടിരുന്നു. എന്നിട്ട് ധനുഷ വക്കാലത്ത് സൈൻ ചെയ്ത് തന്നില്ല. സൈൻ ചെയ്ത് തന്നില്ലേ? അതെന്താ? എൻ്റെ സ്റ്റാഫ് ചെല്ലുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് മോഹൻകുമാർ സാറ് വക്കാലത്ത് സൈൻ ചെയ്ത് വാങ്ങിയിരുന്നു. അതെങ്ങനെ ശരിയാവും? ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ ഞാനല്ലേ മാഡത്തിനെ ഏൽപ്പിച്ചേ? പിന്നെ ഈ അഡ്വക്കേറ്റ് മോഹൻകുമാർ എവിടുന്ന് വന്നു? എൻ്റെ ബാർ അസോസിയേഷനിലുള്ള മെമ്പർ തന്നെയാ മോഹൻകുമാർ സാറും. ഞാൻ വിളിച്ച് സാറിനോട് അന്വേഷിച്ചു. സാറിൻ്റെ കയ്യിൽ കേസ് ഏൽപ്പിച്ചത് സന്ധ്യ എന്നൊരു സ്ത്രീയാ. പുള്ളിക്കാരി ഡോക്ടറാണെന്നാ പറഞ്ഞത്. സന്ധ്യ? അവരുടെ കൂടെ ഏതോ ഒരാളും ഉണ്ടായിരുന്നു. പേര് ഞാൻ ഓർക്കുന്നില്ല.
ഡോക്ടർ സന്ധ്യയുടെ ഒരു ഫ്രണ്ടാണെന്നാ മോഹൻകുമാർ സാർ പറഞ്ഞത്. ആ, സന്ധ്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് സച്ചിദാനന്ദൻ, സന്ദീപ് അങ്ങനെ വല്ലതുമാണോ? അല്ലല്ല, മറ്റെന്തോ പേരായിരുന്നു. ഞാൻ വേണേൽ ഒന്നുകൂടി സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് പറയാം. ശരി മാഡം. ഇത് പറയാനാ അവന്തികയോട് വരാൻ പറഞ്ഞത്. മറ്റന്നാളാ കോടതിയിൽ കേസ് വിളിക്കുന്നത്. ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന ഉറപ്പാ. ധനുഷിന് ജാമ്യവും കിട്ടും. മാഡം, ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു. സോറി. അതൊന്നും സാരമില്ലടോ. എന്നെ പോലത്തെ ഒരു അഡ്വക്കേറ്റ് തന്നെയല്ലേ മോഹൻ സാറും. എന്നേക്കാൾ സീനിയറുമാ. അതുകൊണ്ട് താൻ ഒരു വിധത്തിലും ടെൻഷനാവണ്ട. എന്നാ ശരി മാഡം. നേരത്തെ മറന്നുപോയ പേര് നന്ദകുമാർ എന്നാണോ? യെസ്, അത് തന്നെ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ശരി. സന്ധ്യ എന്തിനാ ധനുഷിനെ ജാമ്യത്തിലിറക്കാൻ വക്കീലിനെ ഏൽപ്പിച്ചത്? നന്ദേട്ടൻ എന്തിനാ സന്ധ്യയെ സഹായിക്കാൻ കൂടെ നടക്കുന്നത്? ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ഇനിയെന്നാ സന്ധ്യ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ട് വിളിക്കണം. ദേ, അതിലൊരു മടിയും കാണിക്കരുത്. അങ്ങോട്ട് വിളിച്ച് കൃത്യമായി എല്ലാ ഡേറ്റിനും പോണം. ചിലപ്പോ ഡോക്ടർ മറന്നുപോകും. നമ്മുടെ പാകപ്പിഴ കൊണ്ട് ഒന്നും സംഭവിക്കരുത്, അത്രയുള്ളൂ. ഞങ്ങളും അത് ശ്രദ്ധിക്കുന്നുണ്ട് ഏട്ടത്തി. ഏട്ടത്തിയോട് ആയതുകൊണ്ട് പറയാം. ഡോക്ടറിനെ കാണാൻ പോകുന്ന കാര്യം പറയുമ്പോൾ തന്നെ ഒരു പേടിയാ. ഇനി നടക്കില്ല എന്ന് വല്ലതും പറഞ്ഞാൽ അതെങ്ങനെയാ സഹിക്കുന്നേ? എന്നെക്കാളും വിഷമായിരിക്കും സച്ചേട്ടന്. നടക്കില്ലെങ്കിൽ ഡോക്ടർ ആദ്യമേ പറയായിരുന്നല്ലോ. അത് നടക്കും. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞത്. അല്ലാതെ വെറുതെ പറയോ? അതും സന്ധ്യ ഡോക്ടറെ പോലൊരാള്. അതാ ഏക ആശ്വാസം. എപ്പോഴായാലും നമുക്കൊരു കുഞ്ഞു വേണോ അർച്ചനെ? ഒരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവൂ. ആതിരയുടെ കുഞ്ഞ് വന്നപ്പോ തന്നെ നിനക്കുണ്ടായ മാറ്റങ്ങള് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആതിര അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലും അത് ശരിയല്ല. എത്ര നാള് നീ ആതിരയുടെ കൊച്ചിനെയും കൊണ്ട് നടക്കും? നമുക്കുള്ളതാവുമ്പോ ആരും തുടരുത്, പിടിക്കരുതെന്നൊന്നും പറയില്ലല്ലോ. കുഞ്ഞിലെ നീയും ആ കുഞ്ഞും ആകുന്നത് ഒരു കണക്കിന് നന്നായി തന്നെ ഞാൻ പറയും. കുറച്ചുകൂടി പരുവായി കഴിഞ്ഞാ പിന്നെ നിന്നെ വിട്ട് ആ മോളെ എങ്ങോട്ടും പോവില്ല. ആവണിയെ നീ ഇതുപോലെ കൊണ്ടു നടന്നത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അവസാനം ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടെന്നറിയോ അവളെ നിന്നീന്നൊന്ന് മാറ്റിയെടുത്തത്. അതാ ഞാൻ പറഞ്ഞത്, നിനക്കായി ഒരെണ്ണം വേണം. ആഗ്രഹമില്ലാത്തോണ്ടല്ലല്ലോ എടുത്തി എന്നോ കാത്തിരിക്കുന്നത്. ഈശ്വരനും കൂടി വിചാരിക്കണ്ടേ? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് വിഷമമൊന്നും തോന്നരുത്. ചെക്കപ്പ് ചെയ്തിട്ട് നിങ്ങളിൽ ആർക്കാ കുഴപ്പമെന്നാ ഡോക്ടർ പറഞ്ഞത്? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് വിഷമമെങ്കിൽ പറയണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എടുത്തിയോട് പറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞത്
സച്ചേട്ടനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നോ? എനിക്കും ഡോക്ടേഴ്സിനും അല്ലാതെ മൂന്നാമതൊരാൾ ഇത് അറിയുന്നത് ഏട്ടത്തിയാ. അപ്പോ സച്ചുടി ഇതുവരെ ഈ വിവരം പറഞ്ഞില്ലേ? ഇല്ല. നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് ഏറ്റവും കൂടുതൽ എന്നെക്കാളും ആഗ്രഹിക്കുന്ന ആളാ സച്ചേട്ടൻ. അത് നടക്കാത്തതിന് കാരണക്കാരൻ സച്ചേട്ടനാണെന്ന് അറിഞ്ഞ സഹിക്കില്ല. പാവം. അറിയിക്കാതിരിക്കാനാ ഞാൻ ഓരോ നിമിഷം ശ്രമിക്കുന്നു. സച്ചിയെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുമ്പോ സത്യം അറിയില്ലേ? അറിയില്ല. അറിയിക്കില്ല ഞാൻ. സച്ചേട്ടൻ നല്ല ട്രീറ്റ്മെന്റ് നടത്തുന്നതെന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നമുണ്ടെന്നും സച്ചേട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. സച്ചേട്ടന് സംശയം തോന്നാതിരിക്കാൻ എനിക്കും ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. എന്നിലൂടെ ഒരിക്കലും സച്ചേട്ടൻ സത്യം അറിയില്ല. മീരടുത്ത് ആരോടും പറയല്ലേ. എന്റെ ജീവിതം പോലും പോകാൻ സാധ്യതയുള്ള കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ഇല്ല, ഞാൻ ആരോടും പറയില്ല.